ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോയിൽ എടുത്തിട്ട് ഇന്നൊരു കിടിലൻ ചലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഞാനാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിക്കാം? സ്പോൺസർ ഞാനാണ്. എത്ര പൈസയുണ്ട്? 150 രൂപ. 150 രൂപയുടെ ചലഞ്ചാണ്. കയ്യച്ചോന്നെ 150 രൂപയും കൊണ്ടാവില്ല, പൈസയും കൊണ്ടാണ് സാധനം വന്നിട്ടുള്ളത്. 150 രൂപയ്ക്ക് 1 കിലോ. അത് ഞങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്. 150 രൂപയാണ് ഇന്നത്തെ ചലഞ്ച്. 2 കിലോ അരി വാങ്ങാം അല്ലേ? 3 കിലോ വാങ്ങിക്കും, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ 150 രൂപയാണ് ഇന്നത്തെ ചലഞ്ചിന്റെ പ്രൈസ്. ഇനി എന്താണ് ചലഞ്ച് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മള് കുറച്ച് സിനിമ ആദ്യകാലങ്ങളിലെല്ലാം നമ്മൾ അഭിനയിച്ച് കാണിക്കൂലേ, നമ്മളെ മനസ്സിലൊരു സിനിമ വെച്ചിട്ട് അത് അഭിനയിച്ച് കാണിക്കലാണ്. ആക്ടിങ് ചലഞ്ച് ആണെന്നാണ്, അല്ല ആക്ടിങ് ചലഞ്ച് എന്നാണ് ഇന്നത്തെ ചലഞ്ചിന്റെ അഥവാ ഗെയിമിന്റെ പേര്. ഞാനിവിടെ ചൊറിയന്മാരാണ് ഗൈസ്. കുളിക്കുകയില്ല, നനക്കുകയില്ല, പേര് വന്നോളൂ. ചൊറി എന്റെ ശ്രദ്ധിക്കും. അപ്പൊ ആക്ടിങ് ആണ് ഇന്നത്തെ ചലഞ്ച്. കുളിക്കാനില്ല. ആക്ടിങ് ആണ് ഇന്നത്തെ ചലഞ്ച്. ആദ്യ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആക്ട് ചെയ്യാൻ. ഒരു സ്റ്റെപ്പാണ് തെറിച്ച് തുപ്പലാണ്. സ്റ്റെപ്പ് 2 സ്റ്റെപ്പാണ്. അതിൻ്റെ അകത്ത് 2 സ്റ്റെപ്പിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അകത്ത് നമ്മൾ മൃഗങ്ങളുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ടുള്ള പേരുകളായിരിക്കും, സിനിമ പേരുകൾ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇന്നയാണ് ഒരു സിനിമേന്റെ പേര് അഭിനയിച്ച് കാണിക്കാം. ഞാൻ അങ്ങനെ സാധാ പോലെ തന്നെ, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ മൃഗങ്ങളെ മാത്രം 2 സിനിമകൾ നമ്മൾ അഭിനയിച്ച് കാണിക്കണം ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഒരാൾ 2 സിനിമ, നമ്മൾ പറയുന്ന സമയത്തിനുള്ളിൽ മനസ്സിലാക്കണം. 3 മിനിറ്റ് ആണ് സമയം, അതിനുള്ളിൽ മനസ്സിലാക്കണം. ഒരു സിനിമക്ക് 3 മിനിറ്റ്. അപ്പൊ അത് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. അതിന്റെ അകത്ത് ആരും മനസ്സിലാക്കിയിട്ട് പറയുന്ന അവർക്ക് മാർക്ക്. മനസ്സിലായോ? അപ്പൊ നമുക്ക് സമയം ഇവിടെ സെറ്റ് ചെയ്യാം. ആരാ ആദ്യം അഭിനയിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ഞാൻ തന്നെ അഭിനയിക്കാം. ചലഞ്ചിലേക്ക് പോകല്ലേ? നിങ്ങൾക്ക് രണ്ടാക്കും പറയാം. മൃഗങ്ങളായിട്ട് കമ്പാരിസൺ ഉള്ളതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയിട്ട് വരാം. പൈസ കൊടുക്കുന്നുണ്ട്, ജയിക്കുന്നവർക്ക് എടുത്തതാ. അപ്പൊ ചലഞ്ചിലേക്ക് പോയിട്ട് വരാം. ബൂം. അപ്പൊ ഗൈസ്, ഞാൻ അവതരിപ്പിക്കാൻ പോവാണ്. എന്റെ ഓരോ ചലനങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ. 3 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തോ. 1 2 3 സ്റ്റാർട്ട്. എന്താ പറഞ്ഞോ? കളിക്കുന്നത് ഞാൻ അവതരിപ്പിച്ച് കഴിക്കുന്നേ. മനസ്സിലാക്കിയിരിക്കാണ്. ആനച്ചന്തം മാർക്കോളെ അല്ല, അവിടെ മനസ്സിലാക്കില്ല എന്താണ്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, മാർക്ക് കൂട്ടിക്കോളെ. കിട്ടുന്ന മാർക്ക് ഓർത്ത് വെക്കുക, അതിനാണ് പൈസ. അടുത്ത ഒന്നും കൂടി ഞാൻ പറയാം. അടുത്ത് സ്റ്റൈൽ അല്ലേ? മൃഗങ്ങളായിട്ട് ഫസ്റ്റ് പോയി കുടിക്കുന്നു. വായില്ല,
കോച്ചുവാദം വരുമ്പോ കോടുമില്ലേ മുയല രണ്ട് മുയല് രണ്ടാമത്തെ മുയൽ ആ വർത്താനം പറഞ്ഞു ഒന്നാമത്തെ അല്ലല്ല ഇങ്ങനെ പറഞ്ഞു മുയല കൂനുള്ള മുയല ഹേയ് കൂളുണ്ട് ആമാ അപ്പൊ ആദ്യം പറഞ്ഞെന്താ മണ്ടന്മാര് പറയുന്നില്ല ഇത് പറയുന്നില്ലടോ ആദ്യം പറഞ്ഞതാണ് ഓർമ്മ മാർക്ക് എനിക്ക് ഇന്നലത്തരം പറഞ്ഞേ അപ്പൊ ഫസ്റ്റ് പറഞ്ഞാല് രണ്ടെണ്ണം ഗോപിക്കാണ് നേടിയിട്ടുള്ളത് 2 മാർക്ക് അങ്ങനെ ഗോപിയൊക്കെ നേടിയിട്ടുണ്ട് 0 മാർക്കാണ് അമ്മക്ക്. അടുത്തതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന സാനു ആയിക്കോട്ടെ. അപ്പൊ സനുവിനുള്ള പണിഷ്മെന്റ് സനു ഓർത്ത് പറഞ്ഞോ. പണിഷ്മെന്റ് സനു ചെയ്യേണ്ട 2 സിനിമകൾ സനു അഭിനയിച്ചോ. ആ മൃഗങ്ങളെ അഭിനയിച്ചു കാണിച്ചോ. സനു അവതരിച്ചോ അല്ല അവതരിപ്പിച്ചോ പറഞ്ഞോ. എത്ര പൂജ ആയില്ല ടൈം ഓണാക്കിയില്ലേ. സ്റ്റാർട്ട്. ഓക്കെ ബ്രേക്ക് ഡാൻസോ എന്തോ അറിയിക്കുന്നത്. ഇത് കള്ളക്കളിയാ ഗൈസ്, ഇത് കള്ളക്കളിയാ. റവ പാറ റവ എന്ന് പറയുന്നത് അവതരിപ്പിക്ക്. ഒച്ച ടക്കറ് ചാടില്ലേ ഇത് ചെവിടില്ല ബാക്കി ആട് സിനിമ ഞാൻ ആട് ബാക്കി അടുത്ത പറഞ്ഞു. അപ്പൊ ഇതാ ആടെന്ന് ആരോഗ്യം പറഞ്ഞേ അമ്മയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. 1-2 അടുത്ത അവതരിപ്പിച്ചോ. ആട് 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 പുലിയാട്ടം. ആട് പുലിയാട്ടം അങ്ങനെയുണ്ടോ? ആട് പുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. റെഡിയല്ലേ? അവതരിപ്പിച്ച് വെക്കാൻ ഓർമ്മ കിട്ടുന്നില്ല തോന്നുന്നു എന്തുന്ന സംഭവം. റെഡിയാ? അത് ഉദ്ദേശിച്ചെങ്കിൽ എനക്കൊരു മാർക്ക് ആയിട്ടുണ്ട്. 1-1-2. അടുത്തായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന അമ്മയാണ്. ഗൈസ് അമ്മ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താ പറഞ്ഞോ. ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ വെക്ക പറയാ. ആ ഓണാക്ക തുടങ്ങിയല്ലേ ആലോചിച്ചിട്ടില്ലേ. സ്റ്റാർട്ട് തുടങ്ങിക്കോ. ഇതെന്തുവാണ് ഇത്? പറഞ്ഞോ. എന്തോ പറയണമെന്നുണ്ട് പക്ഷെ വരുന്നില്ല. കാണി സമയം പോയി. അല്ല ഈ സമയം പോലെ ശ്വാസം വിട്ട് സമയം പോയി. ആകെ 3 മിനിറ്റ് ആകും. ഇത്തിരി ആണല്ലോ. അമ്പലം പറക്കുന്നേ കുരുവിയ. എന്താണ് ഉദ്ദേശിച്ചില്ല നമുക്ക് സന്തോഷം കുരുവി. ഓൾറെഡി അടുത്ത ആലോചിച്ചോ. കുറച്ച് ഒത്തിട്ട് പറയണേ ആൾക്കാർ എപ്പോ പറഞ്ഞോ. ഞാൻ എന്നോട് പറയാം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല.
അവതരിച്ചോ അല്ല അവതരിപ്പിച്ചോ അവതരിപ്പിച്ചോ? പുലി 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 പുലി, പുലി 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 ആ മുരുകൻ, പുലിമുരുകൻ, പുലിമുരുകൻ. പുലിമുരുകൻ. അല്ല അയ്യേ പുലിവാൽ. പുലിവാൽ. കല്യാണം, പുലിവാൽ കല്യാണം. ഇന്നത്തെ തിരിച്ചേ പുലിവാൽ. ബാക്കിലെന്തായാൽ പുലിവാൽ കല്യാണം ഉദ്ദേശിച്ചേ പുലി എന്താണ് ബാക്ക് പോയിട്ടിങ്ങനെ കളിക്കും. ഞാൻ വിചാരിച്ച വേറെ എന്താ ഓക്കെ പുലിവാൽ കല്യാണം അമ്മ ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എത്ര മാർക്ക്? 3 2 ഏത് രണ്ട്? ആരെ തന്നെ? അതേത് വകയില്? മോക്കാരെ രണ്ട് തന്നെ. ഒന്നല്ലേ? പിന്നെ ആട് പറഞ്ഞില്ല ആ ഇനി പറഞ്ഞേ അതാണ് ആടിന് ഒന്ന് മാത്രം. ഒന്ന് ഞാൻ 3 1 1 ഗൈസ് ഇപ്പൊ അല്ല, പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആർക്കും 2 ഇല്ലാണ്ട് 5 മാർക്ക് ആവുമല്ലോ. 6 എണ്ണല്ലേ പറഞ്ഞേ? അപ്പൊ 5 എണ്ണാവുന്നല്ലേ ഉള്ളൂ. സ്വന്തം മാർക്ക് പോലും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗൈസ് മാർക്ക് ശതമാനം പറഞ്ഞുതരാം. 3 1 2. അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ആയിക്കോട്ടെ. അപ്പൊ ഇതാ സെക്കൻഡ് സ്റ്റെപ്പിന്റെ അകത്ത് നിയമങ്ങളെല്ലാം മാറി. 2 മിനിറ്റ് സമയമാണ് തരുക. 4 സിനിമ അവതരിപ്പിക്കുകയും വേണം. നേരത്തെ 3 മിനിറ്റ് 2 സിനിമ, ഇപ്പൊ 4 സിനിമയും 2 മിനിറ്റ്. 2 മിനിറ്റ് ഓരോ സിനിമക്ക് വീതം. അത് കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ ചലഞ്ച് ആരാദ്യം? ഞാൻ. ഓക്കെ സന അവതരിപ്പിച്ചോട്ടെ. 2 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കണം. മാർക്ക് അതിൻ്റെ ഒപ്പം കൂട്ടി പോവാം. പിന്നെ മൃഗങ്ങളായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള സിനിമ ചൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് അവതരിപ്പിച്ചോ. അവതരിപ്പിക്കുമോ അല്ലേ? ഓക്കെ അവതരിപ്പിച്ചോ. 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞേ പൊട്ട് പൊട്ട്. എന്താണ് വായ ഓർക്കാത്ത? പൊട്ട്. വെറും പൊട്ടോ? എത്ര വേർഡ്സ്? 2 വേർഡ്സ്. വായ മുണ്ടാനേ പാടില്ലേ ഇനി. 2 വേർഡ്സ്. മൊത്തം തന്നെ പൊട്ടാണ് ലാസ്റ്റ്. ആ ചാന്ത് പൊട്ട്. ചാന്ത് പൊട്ട മാർക്ക് അതല്ല. അമ്മ ഉത്തരം പറഞ്ഞായിട്ട് കൈമാറ്റി. നമ്മളെ ഇത് ജയറാമിന്റെ സിനിമയില്ലേ ഒരു വീഴ്ച വിട്ടിട്ട് ജയറാം ഇങ്ങനെ നിൽക്കുന്നത് മരിച്ച ഒരാളായിട്ട് നിൽക്കുന്നതിനോട്ട് അതേപോലെ ഉത്തരം പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടോ. അപ്പോ അടുത്ത നെക്സ്റ്റ് സിനിമ അവതരിപ്പിച്ചോ. കംപ്ലീറ്റ് ചെയ്തേക്ക്. അടുത്ത അവതരിപ്പിച്ചോ. 1 2 3 സ്റ്റാർട്ട്. ക്യാരം ബോർഡ്. എന്തെന്നാ എന്തോ പറയാനുണ്ട്, എനിക്കറിയില്ല. കൈമുട്ട്. ഓട്ടം. ഓട്ടം. ഓട്ടം തിരിച്ചിട്ട. ഞാൻ പറഞ്ഞോട്ടെ, മലയാളല്ല ഇംഗ്ലീഷ്. ആണ് ഇത് ഇംഗ്ലീഷ്. റൺ റൺ. ബേബി റൺ. റൺ ബേബി റൺ. മാർക്ക് എത്ര? 2. നേരത്തെ തൂക്കണ്ട. എനിക്കില്ല, നിങ്ങളല്ലേ 2 മാർക്കായി വേണം. ഇപ്പൊ 2. അങ്ങനെ നേരത്തെ 3 ആദ്യത്തെ കൂട്ടണോ? നന്നായി. 3 മാർക്ക്. 3 3 3 2 അതേ ഉള്ളേ. അപ്പൊ അടുത്ത് 1 2 3 സ്റ്റാർട്ട്. അടുത്ത് തട്ടിൽ. തൊട്ടിൽ. തൊട്ടിൽ. തൊട്ടിൽ വീട്. തൊട്ടിൽ സിംഗർ ഫിംഗർ. ചപ്പാത്തി. എല്ലാം മയക്കം ചപ്പാത്തി ഇവിടുന്ന്. എല്ലാം ആദ്യം പൂജ്യ. പൂജ്യല്ല പൂജ്യം. പൂജ്യം പൂജ്യം എന്നല്ല അറിയാം. ആദ്യം പൂജ്യം. സമയം ഇവിടെ പോകുന്നു. അമ്മ അമ്മ അമ്മക്ക് മിണ്ടിക്കൂടാലോ അമ്മക്ക് മിണ്ടാ.
അറിയൂല. എത്ര വേർഡ്സ് ഉണ്ട്? ആ മാമ. ആമ കുഞ്ഞനോ? പാട്ടല്ലേ ആമ കുഞ്ഞനോ? സമയം പോയി. 2 മിനിറ്റാണ്. ചെറിയ വീട്. കുഞ്ഞെ. ആ കുഞ്ഞൻ നീന്തി. അങ്ങനത്തെ സിനിമ പറ്റി. ചോദിയാലല്ല മോന്. ചെറിയ നിനക്ക് പിടുത്തം കിട്ടുന്നില്ല. 48 49. രണ്ട് മിനിറ്റോടെ അവസാനിച്ചിട്ടുണ്ട്. സിനിമ അങ്ങനെ വേസ്റ്റ് ആയിരിക്കുകയാണ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ആർക്കും മാർക്കില്ല. 1 മാർക്ക് കൂടെ മൈനസ് ആയിരിക്കാണ്. അടുത്ത റെഡി 1 2 3 അടുത്തതിലേക്ക് പോവാ. സ്റ്റാർട്ട്. ഒരു ഉണ്ട. ടേസ്റ്റ്. രസം. ചക്ക. മാങ്ങ. മാംഗോ. മാംഗോ ചില്ലി. ഇപ്പൊ 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 ഇല്ല ഒപ്പല്ല സിനിമ. മാങ്ങേറ്. ഏറിന് ഇംഗ്ലീഷ് പറയാം. ഇത് കൈ. മാംഗോ. ഒളോർ. പഴുത്ത മാങ്ങ. പച്ച മാങ്ങ. മാങ്ങ അടക്കട്ടെ. അടുത്ത പറയാ. എല്ലാവരും കല്ലെടുത്തെറിയും പക്ഷെ മാങ്ങയില്ലായിരുന്നു. രണ്ട് കണ്ണു കൊണ്ട് നോക്കി കണ്ണ് 2 കണ്ണ് മാമ്പയ കണ്ണ്. മാമ്പയം. മാമ്പയം. മാമ്പയം മുറിച്ച് 2 മിനിറ്റ്. ഉദ്ദേശിച്ച സിനിമ മാമ്പഴക്കാലം. ഓ എല്ലാ സ്ഥലത്തും മാങ്ങ. എല്ലാ സ്ഥലത്തും മാങ്ങ. എല്ലാ സ്ഥലത്തും മാങ്ങ ഉണ്ടായിട്ടെന്താ കാലല്ലേ മാമ്പഴക്കാലം. ഞാൻ കാണിച്ചത് അമ്മ 2 കണ്ണോട്ട് നോക്കി കണ്ടിരുന്നു. ഞാൻ പറയുന്നതല്ല. എല്ലാ നോക്കുന്നിടത്തിലെല്ലാം മാമ്പ. നേരെ മാമ്പഴത്തിന്റെ കാലല്ലേ. ഓക്കെ ഇപ്പൊ ഈ വരം കേട്ടോ കണ്ടു. എത്ര മാർക്ക്? എനിക്ക് 3 തന്നെ. 2 തന്നെ. അപ്പൊ അടുത്തതായിട്ട് അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്ന അമ്മയും ഞാനോ നമുക്ക് തീരുമാനിക്കാം. മോൻ തന്നെ ആയിക്കോട്ടല്ലേ. മോന് അടുത്തതായിട്ട് മത്സരിക്കാൻ പോവാണ്. അപ്പൊ ഇതാ ഞാൻ മത്സരിക്കാൻ പോവാണ്. പറഞ്ഞോളെ മാർക്കിന് വേണ്ടിട്ട് നമ്മളിവിടെ പണമിടെ സെറ്റാണ്. അത് ആലോചിച്ച് മാത്രം കളിക്കുക. അതെ തുടങ്ങട്ടെ. സ്റ്റാർട്ട് ചെയ്തോ. പൂച്ച. അയ്യോ പറഞ്ഞോ. മത്സ്യ കന്യക. പൊട്ട്. പെണ്ണ് പൊട്ട്. ചാന്ത് പൊട്ട്. എന്താ മറ്റേ പെണ്ണ. ഒന്നും
ഒന്നുകൂടി കളിക്കുന്നു ഓടുന്നുണ്ട് ഒന്നുകൂടി ആക്ക്. ഒന്നുകൂടി കളിക്കാം ഏകദേശം പൊട്ടൻ തൊട്ട് സുന്ദരി പൂച്ചനെ പിടിച്ചേക്ക് ഇവിടുന്ന് മാറ്റുന്നില്ല. എന്നാ, ഇപ്പം വരും ഇപ്പൊ വരും ഇത്. ആ ഇത് ദിലീപിന്റെ സിനിമ ഞാൻ പറയുന്നത് വായ പോയി, വായ പോയി. എത്രയാ? 4 കൊതു 4 ദിലീപ് സിനിമ അത് കറക്റ്റ്. അതല്ല ആ ഇങ്ങനെയാണ് ശരി ആ സാരി സാരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഗൈസ് 4 അമ്മക്കിനെ കിട്ടേണ്ട പക്ഷെ സിനിമയുടെ പേര് ഓർമ്മ കിട്ടില്ല. നോടിയില്ല. മനസ്സിലായി. അപ്പൊ 4, 3, 2 അടുത്തയിലേക്ക് പോവാം. ഓക്കെ അടുത്ത വരട്ടെ. എന്റെ മാർക്ക് അടിച്ച് മാറ്റി ആവട്ടെ വിഷമിക്കണ്ട. അടുത്ത പറഞ്ഞോ. ശ്രദ്ധിക്കണോ ഇല്ലേ? ഇത് ഓണാക്കണോ? ഇത് ഓണാക്കണോ? കൂള് കൂളല്ലേ? ഹാൻസ് ആയിരിക്കും. അച്ചാറ് നല്ല രുചി. ഉമിനീരെല്ലാവർക്കും നല്ല നിൽക്കുന്നു. അച്ചാർ 5-6 കമ്പി. നാവ് സൂപ്പർ നാവ് നല്ല രുചി. നല്ലതാ മാമി വന്നോ. നക്കി എടുത്ത് നല്ല ടേസ്റ്റ്. ടേസ്റ്റി നല്ല ടേസ്റ്റി. എന്തൊക്കെ പറയാൻ പാടോ ഒന്നും അനുകുന്നില്ല. നക്കി എടുത്ത് നല്ല രസം. നക്കി നല്ല രസോ. പോയി വാവ് സിനിമയാണുള്ളേ. രുചി. എനിക്ക് തട്ടിപ്പോയാ മൂക്കുന്നൊന്നും ചെടിയിലെന്തോ എന്ന് പറയുന്നത് എന്തോ പറയുന്നത്. വെണ്ണ അച്ചാറാണ് ചമ്മന്തി ചെമ്പാവിനു സമയം പോയി. എന്തുവാണോ കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്തോ തിന്ന് ചായ ചായപ്പൊടി പഞ്ചാര പഞ്ചാര നമ്മളല്ല അതിലും കേട്ടോ 1 സെക്കൻഡ് 1 മിനിറ്റ് 58 സെക്കൻഡ് ഉള്ള ഏതായാലും അതെ മധുരം എന്ന് പറഞ്ഞ സിനിമയില്ലേ? പക്ഷെ ആ നാക്കൊന്നോടിയില്ല. മധുരം നല്ല സിനിമ. ആദ്യം കാണിച്ചേ പഞ്ചാര എന്തെന്നാലും ഇതാക്കിട്ട് മധുരം എന്ന് പറഞ്ഞേ. മധുരം എന്ന് പറഞ്ഞ സിനിമ എനിക്കറിയില്ല. ഞാൻ കേട്ടിക്ക്. അപ്പൊ എത്ര മാർക്കായി? 5. അപ്പൊ അടുത്ത സിനിമയിലേക്ക് പോവാ. സാരി പറഞ്ഞ ഉത്തരം ഒക്കെ തിരിഞ്ഞിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ അത്രയും അവതരിപ്പിച്ചിട്ട് കൈകളിൽ എത്തിച്ചു മാർക്ക്. അപ്പൊ അടുത്ത സിനിമയിലേക്ക് പോവാ. സ്റ്റാർട്ട് ചെയ്യാം. അതാണ് മൈനീർ കുടിക്കാൻ അല്ല മുട്ട കഷണ്ടി എന്തോ ഓപ്പറേഷൻ എടുത്തത് എന്തോ സിക്ക് പഞ്ചാബി ഹൗസായിരിക്കും. മാർക്ക് 6. ഇവിടുത്തെ മാറ്റി കഴിക്കണം. 6 മാർക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് അവതരിപ്പിച്ച് തീർക്കുന്നേ. ഞാൻ പറയുന്ന ബുദ്ധിയല്ലേ. 6 മാർക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അടുത്ത അവതരിപ്പിക്കട്ടെ. അപ്പൊ 4ാമത്തെ അവസാനത്തെ ഞാൻ അവതരിപ്പിക്കാൻ പോവാണേ. എഴുത്ത് കഥ എഴുതുക കഥ എഴുതുമ്പോ ഓന്തോ വരക്കുന്ന
ചിത്രം. എത്ര പെട്ടെന്നാ മനസ്സിലാക്കുന്നത്? 8 മാർക്കല്ലേ? അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുമല്ലൊക്കെ. 7 മാർക്ക് അങ്ങനെ കോപിക്കാൻ നേടിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാ കിളി വാർന്ന് നിൽക്കുന്ന അറിയാത്ത പോലെ. 7, 3, 2 ഇങ്ങനെ മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 150 റുപ്യ സാധനം തന്നെ കൊണ്ടുപോയ സാധനമുണ്ട്. അടുത്ത അമ്മ അവതരിപ്പിക്കുന്നില്ലേ? അയ്യോ ഇതന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. അപ്പൊ ഉറങ്ങുന്ന അടുത്ത അമ്മ ഡബിൾ കോട്ട്. ഓക്കെ പറയട്ടെ. അടുത്തായിട്ട് അമ്മ അവതരിപ്പിക്കാൻ പോവാണ്. നല്ല സിനിമകൾ അവതരിപ്പിക്കുക, മൃഗങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, ഇഷ്ടമുള്ള അവതരിപ്പിച്ചോട്ടെ അല്ലേ. ഫസ്റ്റ് അമ്മ അവതരിപ്പിക്കാൻ പോവാണ്. കിട്ടിയില്ലേ? സിനിമ കിട്ടിയില്ലേ? ഒരു ആലോചന. അപ്പൊ അവതരിപ്പിച്ചോ. 1, 2, 3. 2 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കണേ. 1, 2, 3 സ്റ്റാർട്ട്. അവതരിപ്പിക്കേണ്ടത് എന്നോട് കൈ സിനിമയും വെച്ചിട്ട് പറഞ്ഞോ. അവതരിപ്പി. മൈലാഞ്ചി. എഴുത്ത്. ഇതൾ. ഇടത്തെ കൈയില് കൈ. പാത. ഇനിയിപ്പോ കക്കൂസ് പോയ കാര്യം വര. വര. എഴുത്ത്. അല്ല. കളറ്. നിറം. വെറും 46 സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 3 മാർക്ക്. 3, 3, 7. വേറെയാണെന്ന് ഞാൻ പറഞ്ഞു. നിറം. അടുത്ത അവതരിപ്പിച്ചൂടെ? 3 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് അവതരിപ്പിക്കാൻ പോവാണ് അമ്മ. 1, 2, 3 സ്റ്റാർട്ട്. അവതരിപ്പിച്ചോ. സിനിമ കയ്യിലുണ്ട്, അവതരിപ്പിച്ചോ. വൈപ്പർ. എഴുതുക മയക്കുക. എഴുത്ത്. നിർത്ത്. ഞാൻ സ്ക്രൂ ചെയ്യാത്തു. എഴുത്ത് നിർത്ത്. ഞാൻ അങ്ങോട്ട് സ്ക്രൂ ചെയ്യാതാ. എന്താണ് പറയല്ലേ? ചൈന ഭാഷയാ തോന്നുന്നു. മണി. ആ ചിത്രം. മണിച്ചിത്രത്താഴ്. പറയല് മണി കാണി. ഇങ്ങനെ മണി അടിക്കൂലേ? ചിത്ര കയ്യിലുണ്ട്. താഴെ ഇങ്ങനെ ആക്കുന്നു. ഞാൻ വെച്ച് സ്ക്രൂ ആണ്. ഞാനും വിചാരിച്ച സ്ക്രൂ മുറുക്കുന്ന അടുത്ത 3ാമത്തെ സിനിമ അമ്മ അവതരിപ്പിക്കാൻ പോവാണ്. അവതരിപ്പിച്ചോ. കയ്യിലുണ്ടോ? ടൈം സ്റ്റാർട്ട്. ഗോ. പ്രാവ്. പറക്കുന്നറിയ. അതൊക്കെ അത് റെഡി. തളിക. ഓക്കെ. 4 മാർക്ക്. അത് പൊളിച്ച്. 4 മാർക്ക്. 4, 7, 3. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് അമ്മ. അവതരിപ്പിച്ചോ. അക്കരെ. അല്ല, അതിങ്ങനെ പോലല്ലേ? ഒരു പിടിക്ക് 2 പശീന. 1000. അല്ല. ഒരിടത്ത്. അറിയൂല. നോക്കട്ടെ. അക്കരെ അല്ല. 1 കാണിക്കുന്നുണ്ട്. 1 തുടർന്ന്. തുടരെ. തുടരും. ഓ ഗൈസ് പൊട്ടിയിരിക്കുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അവരെ ഗൈസ് അമ്മേന്റെ 4 ക്വസ്റ്റ്യൻ അവസാനിച്ചിട്ടുണ്ട്. മാർക്കൊന്നും കൂടി റിവീൽ ചെയ്യാം. 8, 4. ഇങ്ങനെയാണ് മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് കൂടെ അവസാനിക്കാൻ പോവാണ്. ഇന്ന് നായ കൊടുക്കുന്നുണ്ടല്ലോ. ഇന്ന് ക്യാഷ് പ്രൈസ് കൊണ്ടുവന്ന സാധനം തന്നെ കൊടുത്തേ. നമുക്ക് എന്തിനാ ആരാന്റെ കാശ് കഴിച്ചേ? 150 രൂപയാണ്. 150 രൂപ കൊണ്ടുവന്നിട്ട് തിരിച്ച് 150 രൂപ തിരിച്ചു കൊണ്ടുപോവാണ്. കൊണ്ടുപോകാൻ എന്റെ കൺമുന്നിലൊന്നും വന്ന് കൊണ്ടുപോകുന്ന
അല്ല എനിക്ക് നിങ്ങൾക്കൊരു പുച്ഛ ഉണ്ടായിരുന്നു 150 മുണുകാന്നല്ല പറഞ്ഞത്. അപ്പൊ ഗൈസ് 150 കൊണ്ടുവന്ന് 150 തന്നെ തിരിച്ചുണ്ട്. ഇന്നത്തെ ഗെയിമിന്റെ അകത്ത് വലിയ ലാഭം നഷ്ടം നിനക്കും തോന്നില്ല. ആ മണ്ടനായി ജീവിച്ചിട്ടുണ്ട്. punishment ഉണ്ടോ? പണിഷ്മെന്റ് ഇന്നില്ല. ഇന്നത്തെ ചലഞ്ചിനകത്ത് പണിഷ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ലാഗ് അടിച്ച വീഡിയോ സീരിയലല്ല ഈ വീഡിയോ നമ്മൾ 10-15 നിരക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഉറക്കം തൂക്കുന്നുണ്ട്. പണിഷ്മെന്റ് നിർത്തിയേക്കാം. അതെ. അപ്പൊ ഇന്നത്തെ വിജയ് ഗോപികയാണ്. ക്യാഷ് പ്രൈസ് ഗോപിക എന്നെ മുന്നിട്ട് എടുത്തോണ്ട് പോയിക്ക്. അതുകൊണ്ട് ഒന്നും കൂടി കൊടുക്കുന്നില്ല. അപ്പൊ എന്താ നിർത്തല്ലേ? ശരി, അപ്പൊ ബാൽദേവന്റെ കൈകളാൽ ഇത് എഴുതപ്പെടട്ടെ. ഞാൻ ജയിച്ചു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാജകുടുംബത്തിൽ ഇതൊരു ഹിസ്റ്ററി ആയിട്ട് എഴുതപ്പെടുന്നത്. എന്തോ കട്ട ചളികളെല്ലാം പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും Bye, ബൈ ഗൈസ്. guys.